ഹായ് ഹലോ, എല്ലാവർക്കും ഒരു കുഞ്ഞിക്കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഓണം വ്ലോഗാണ്. ഉത്രാടത്തിൻ്റെ അന്ന് തലേന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ നടക്കുന്നത്. കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതാണ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. കാര്യം അത്തം തുടങ്ങിയപ്പം മുതൽ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും പനിയായതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ശരിയായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ട് പിന്നെയും പനിയായിട്ടുണ്ട്. ഇന്നിപ്പോൾ ആയപ്പോൾ വീണ്ടും പിറ്റിക്കുട്ടിന് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഓണം ഒരുങ്ങാമെന്നോർത്ത് പൂക്കളത്തിനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് 10 ദിവസം വരച്ചൊക്കെ ഇടണമെന്ന് ഓർത്തെങ്കിലും 10 ദിവസം ഒപ്പീര് പൂക്കളമായിരുന്നു ഇത്താണ്. എന്തായാലും നമ്മൾ പൂക്കളമൊക്കെ ഇട്ടു. രാവിലെ എണീറ്റ് സദ്യക്കുള്ളതൊക്കെ ചെറുതായിട്ട് നമ്മൾ റെഡി ആക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞിനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. ഡോക്ടറെ വിളിച്ച് നോക്കിയപ്പോൾ, ഹോസ്പിറ്റലിൽ വിളിച്ച് നോക്കിയപ്പോൾ എന്തായാലും നബിദിന ആണെങ്കിലും ഡോക്ടർ ഉണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ 9 മണി മുതലുള്ളതുകൊണ്ട് രാവിലെ സദ്യക്കുള്ളതൊന്നും ആക്കാൻ പറ്റില്ല. നമ്മൾ പരിപ്പ് മാത്രം ഒന്ന് വറുത്ത് വെച്ചിട്ട് രാവിലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഹായ് പൂമുക്കുട്ട, ഹായ് പിറ്റിക്കുട്ട. പിറ്റിക്കുട്ട എവിടെ പോവാ രാവിലെ? എന്തോ പറ്റി അതിന് ഡോക്ടർ മുഹമ്മദിന്റെ അടുത്ത് പോവാൻ? ആർക്കാ വയ്യാത്തെ? പിറ്റിക്കാണോ? പിറ്റിക്ക് എന്തോ പറ്റി? പനിയുണ്ടോ? ഭൂമിക്ക് പനിയുണ്ടോ? ചുമയാണോ ഭൂമിക്ക്? ആഹാ. കുഞ്ഞന്മാർ പറഞ്ഞ പോലെ പിറ്റിക്കുട്ടിന് നല്ല പനിയും ഭൂമിക്ക് ചുമയുമാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്തായാലും നമ്മളിപ്പോൾ താമസിക്കുന്നിടത്തു നിന്നൊരു 5 മിനിറ്റ് ഗ്യാപ്പിൽ ഹോസ്പിറ്റലിലുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും. ചെന്നപ്പോൾ ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിനും കൊടുത്ത് നമ്മൾ അത് കഴിഞ്ഞപ്പോഴത്തേനും എന്തായാലും ഡോക്ടർ വന്നു. അവിടെ പിന്നെ ഇഷ്ടം പോലെ കിഡ്സിൻ്റെ പീഡിയാട്രിക് ഏരിയയിൽ പ്ലേ ഏരിയ പോലെയുണ്ട്. അതുകൊണ്ട് വലിയ അലമ്പൊന്നും ഇല്ലാതെ, അവർക്ക് ബോറടിയൊന്നും ഇല്ലാതെ പുറത്ത് നിൽക്കുന്ന സമയത്ത് അതിലൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറിനെ കണ്ട് മരുന്നൊക്കെ വാങ്ങി ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തിയപ്പോൾ. വീട്ടിലെത്തി കഴിഞ്ഞ് അവരും കഴിച്ചിട്ട് ഉറങ്ങിയ ഗ്യാപ്പിലാണ് നമ്മൾ സദ്യക്കുള്ള കുക്കിംഗ് തുടങ്ങുന്നത് തന്നെ. അണ്ണാണ്ണം കട്ട് ചെയ്ത് തന്നുകൊണ്ട് കട്ടിങ് എളുപ്പമായി. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാനെ കൊണ്ട് തുടങ്ങി. പരിപ്പ് മാത്രമാണ് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, പെട്ടെന്ന് പണി തീർക്കാനെ കൊണ്ട്. പിന്നെ എല്ലാം കുറച്ച് മതിയായിരുന്നു. എന്തായാലും താമസിച്ചാൽ തുടങ്ങിയെങ്കിലും ഒരു 1.5-ക്കുള്ളിൽ നമ്മൾ എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 2-2.5 മണിക്കൂറിനകത്ത് ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഇത് വേണോ? ചോറെടുത്തോണ്ടോ? ഓക്കേ. ടോയോ ആണോ? എന്തായാലും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു അവരും എണീറ്റ് വന്നപ്പോഴത്തേനും ഈ ഐറ്റംസും ഒക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ അവരും കഴിക്കാനെ കൊണ്ടിട്ടിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സിവിനങ്കിൾ വന്നിട്ടുണ്ട്. അവരുടെ സിവിനങ്കിളിൻ്റെ കൂടെ അവരും കഴിക്കാനെ കൊണ്ടിരുന്നു. ഇലയിൽ അങ്ങനെ അറിവായതിന് ശേഷം അവർ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇലയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. സിവിനേട്ടനെ എങ്ങനെയാണോ കഴിക്കുന്നത് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിറ്റിക്കുട്ട നോക്കും. എന്നിട്ട് അതുപോലൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നന്നായിട്ട് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് വിജയ് ചേട്ടൻ്റെയും പാറു ചേച്ചിയുടെ അടുത്തോട്ട് പോകാമെന്ന് ഓർത്തു. അവർക്കും അവരുടെ അടുത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ വൈകിട്ട് ഓണമൊക്കെ അല്ലേ, അവരെ ഒന്ന് പോയി. നമ്മൾ എവിടെ വന്നേ? എവിടെ വിജയ് മാമ? എവിടെ വിജയ് മാമ? വിജയ് മാമൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ലോകമാണ്. അവർക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് വിജയ് മാമൻ്റെ വീടെന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് അവരും കുറേ നേരം കളിച്ച് നമ്മളും കാര്യമൊക്കെ പറഞ്ഞിരുന്ന് രാത്രിയായി തിരിച്ചു പോരാൻ നേരം. വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രിയാണ് തിരിച്ചു വന്നത്. ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. നമ്മൾ പണ്ടുണ്ടായിരുന്ന സ്ഥലം വല്ലാതെ മിസ് ചെയ്യും അവിടെ എപ്പോൾ ചെന്നാലും.
എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി തിരിച്ചു പോന്നു. അവിട്ടത്തിൻ്റെ അന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ചതയത്തിൻ്റെ അന്ന് വീട്ടിലെല്ലാവർക്കും കൂടി കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചതയത്തിൻ്റെ അന്നാണ്. ചതയത്തിൻ്റെ അന്ന് എല്ലാവരും വന്നതോ ഫുഡാക്കിയതോ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. നല്ല തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി ഫുഡാക്കുമ്പോൾ വീഡിയോ എടുക്കാനും കൂടി ഉള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല. എന്തായാലും ചതയത്തിൻ്റെ അന്നും എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. ഇതിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ അവരുടെ കൂടെ കളിക്കുന്ന 1-2 ക്ലിപ്പുകൾ ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. പണ്ട് ഓണമെന്ന് വെച്ചാൽ ഉത്രാടത്തിൻ്റെ അന്ന് അച്ചാച്ചിയുടെ പിറന്നാളായതുകൊണ്ട് നമ്മൾ അവിടെ കൂടും. തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിലെല്ലാവരും കൂടി കൂടും. അത് കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോൾ തട്ടേന്ന് എല്ലാവരും കൂടി വരും. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സമയമാണ് നമുക്ക് ഓണം എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ കൂടെ ഉള്ളവരുടെ കൂടെ കൂടി ആഘോഷിക്കുമ്പോഴാണല്ലോ ആ ഓണത്തിൻ്റേതായിട്ടുള്ളൊരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ ഒരു കാര്യത്തിൽ കൂടുതൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല. അതുപോലായിരുന്നു ഇത്തവണത്തെ ഓണവും. ഓണം ആകുന്നതിന് മുന്നേ അവർക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് ഒക്കെ പെയിൻ്റൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പനി കാരണം നമുക്ക് അങ്ങനെ ഒന്നും ഒരുങ്ങാൻ പറ്റിയില്ലെങ്കിലും എല്ലാവരും കൂടി നമ്മൾ ഹാപ്പി ആയിട്ട് തീർത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞ് ഓണം വ്ളോഗ്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു.